ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. എക്സസൈസ് അല്ല, എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ടേം 5. ഇവിടെ സം ഓഫ് 6 ടേംസ് 105. ടേംസ് എല്ലാം കണ്ടുപിടിക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടേം എഫ്, സെക്കൻഡ് ടേം F+1D, ഒരു കോമൺ ഡിഫറൻസ്, തേർഡ്, അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ പോകാം. വേറൊരു രീതിയും കൂടെ ഞാൻ പറയാം. നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എല്ലാം. ഓക്കെ, ചിലപ്പോൾ ഇതിലായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 6 ടേംസ് ഉണ്ട്. ഇവിടെ ടേംസ് ആയി എഴുതുന്നത് 1 2 3 4 5 6 ടേംസ് ഉണ്ട്. അതായത് ഈ ടേംസും സമ്മും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് സം ഓഫ് ടേംസ് ഈക്വൽ ആണെങ്കിൽ ടേംസ് എത്ര നോക്കിയേ, ഞാൻ ഈ 1ഉം 6ഉം ടേംസ് 1ഉം 6ഉം കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 7. ഇനി 2ഉം 5ഉം 7 ആണ്. ഇനി 3ഉം 4ഉം എത്രയാണ്? 7. കണ്ടോ, ഇവിടെ ടേംസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ സെയിം ആ വന്നത്. ഇത് കണ്ടോ, ഇവിടെ എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കി. 6 ടേംസ് ആണ്. നമ്മൾ മുമ്പേ ചെയ്തപ്പോൾ 3 5 7 അങ്ങനെ പോയത് അല്ലേ? അതായത് ഓഡ് നമ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് ആണ് എണ്ണം വരുന്നത്, ടേംസിന്റെ എണ്ണം. ആ കേസിലാട്ടോ ഇത് വരുന്നത്. കണ്ടോ, ഈ ടേംസ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ സെയിം ആണ് വരുന്നെങ്കിൽ ഇവിടെ കിടക്കുന്ന സംഖ്യകളുടെ സമ്മും ഈക്വൽ ആയിരിക്കുന്നു. അതായത് ഫസ്റ്റ് ടേമും 6 ടേമും കൂടെ കൂട്ടുന്നത് ഏതിന് തുല്യമായിരിക്കും? സെക്കൻഡും 5th ടേമും അതുപോലെ 3rd-ഉം 4th ടേമും കൂടെ ആഡ് ചെയ്യുന്നതിന് തുല്യം. ഇങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല, എപ്പോൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഞാൻ 1ഉം 6ഉം അവരുടെ പൊസിഷൻ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ പൊസിഷൻ, ഇത് 1ാമത്തെ പൊസിഷൻ, ഇത് 6ാമത്തെ പൊസിഷൻ, ഇവിടെ 2ാമത്തെ 5ാമത്തെ, അത് ആഡ് ചെയ്തപ്പോൾ അതെല്ലാം ഈക്വലായിട്ട് കിട്ടുവാണെങ്കിൽ 1ാമത്തെ ടീമും 6ാമത്തെ ടീമും കൂട്ടുന്നത് 2ാമത്തെ ടീമും 5ാമത്തെ ടീമും കൂട്ടുന്നതും 3ാമത്തെ ടീമും 4ാമത്തെ ടീമും കൂട്ടുന്നതിനും തുല്യമായിരിക്കും. കേട്ടിട്ടൊന്നും കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. ഇത്രയും മനസ്സിലായില്ലേ? ഇത് ഇതും തമ്മിൽ കൂട്ടുന്നതും ഇത് ഇതും കൂട്ടുന്നതും തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സമ്മ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മെന്ന് പറഞ്ഞാല് എത്രയാണ് കിട്ടിയേക്കുന്നത്? അപ്പം സമ്മ് 105 ആയതുകൊണ്ട് നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് ടേമും ഏതാ 6th ടേമും, ഫസ്റ്റ് ടേമും 6th ടേമും കൂടെ കൂട്ടിയാൽ എത്ര വരും എന്നറിയാവോ? ഈ നമ്മുടെ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര ടേംസ് വരുന്നുണ്ടോ? 1 2 3 വരുന്നത് കൊണ്ട് 3 പേരല്ലേ വരുന്നത്, അതുകൊണ്ട് 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 35 ആണ്. അപ്പം ഫസ്റ്റ് ടേമും 6th ടേമും കൂടെ കൂട്ടിയാൽ 35. അതുപോലെ സെക്കൻഡും 5th കൂട്ടിയാലും 35 ആയിരിക്കും. 3rd-ഉം 4th-ഉം കൂട്ടിയാലും 35 ആയിരിക്കും. പിന്നെ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് 6 മാത്രം എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ടേം എത്ര തന്നിട്ടുണ്ട്? 5. അപ്പോൾ 5 പ്ലസ് 6th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 35. ഇതിൽ നമുക്ക് 6th ടേം മാത്രം കണ്ടുപിടിക്കാം. 35-ൽ ഈ 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. ഇവിടെ 5 പ്ലസ് ചെയ്യുമായിരുന്നു, അപ്പുറത്ത് ചെന്നപ്പോൾ മൈനസ് ചെയ്തു. ആൻസർ എത്ര കിട്ടി? 30. അപ്പൊ നോക്കിയേ, 6th ടേം കിട്ടി. എത്രയാണ്? 30. ഫസ്റ്റ് ടേം ഉണ്ട് 5, 6th ടേം ഉണ്ട് 30. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടേംസ് ഒക്കെ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തൊരു കാര്യമുണ്ട്. ഏതാണെന്നറിയാവോ? ഡിഫറൻസ്. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. ആദ്യം നമ്മൾ എന്നായിരുന്നു? ഡിഫറൻസ് ഇൻ പൊസിഷൻ. പൊസിഷൻ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ തമ്മിലായിരുന്നു? ഇപ്പൊ എടുത്തത് 1ഉം 6ഉം ആയിരുന്നു. അപ്പൊ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് 6 - 1 എത്രയാണ്? 5. ഇനി ഡിഫറൻസ് ഇൻ നമ്പേഴ്സ്. ഫസ്റ്റ് നമ്പർ എത്രയായിരുന്നു? 5. നമ്മൾ 1ഉം 6ഉം 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത്. ഫസ്റ്റ് പൊസിഷൻ എത്രയാണ്? ഫസ്റ്റ് സംഖ്യ 5 എന്ന് കിട്ടിയായിരുന്നു. ഇപ്പൊ ചെയ്തെടുത്തപ്പോൾ 6th പൊസിഷനിൽ കിടക്കുന്നത് 30 എന്ന് കിട്ടിയായിരുന്നു. ഈ ഇടയ്ക്കുള്ളത് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് വേണം. അതിനുവേണ്ടിയാണ് ഈ പരിപാടിക്ക് പോയത്. ഡിഫറൻസ് ഇൻ പൊസിഷൻ, ഡിഫറൻസ് ഇൻ നമ്പർ. നമ്പർ എത്രയാ? 30 - 5 എത്രയാണ്? 25. ഇനി എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ നമ്പേഴ്സിനെ ഡിഫറൻസ് ഇൻ പൊസിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാ?
5. ഇനി നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടേ? ഫസ്റ്റ് ഇനി സീക്വൻസ് കണ്ടുപിടിക്കാൻ പോകണം. സീക്വൻസിൽ ഫസ്റ്റ് നമ്പർ ഏത്? 5. അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 10, 15, 6 നമ്പേഴ്സ് ആയിരുന്നു അല്ലേ? 20, 25, 30 കിട്ടിയില്ലേ? 4, 5, 6 കണ്ടോ? ഫസ്റ്റ് നമ്പർ 5, ലാസ്റ്റ് നമ്പർ 6th നമ്പർ 30. ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. മനസ്സിലായ മക്കളെ? നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തില്ലേ? നമുക്ക് 2 രീതിയിലായിട്ട് ചെയ്യാം. ഒന്നില്ല നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മറ്റേതായിരിക്കില്ല ഈസി. വെറുതെ ഫസ്റ്റ് ടേം എഫ്, സെക്കൻഡ് ടേം എഫ് പ്ലസ് 1d അങ്ങനെ ഇട്ട് പോകുന്നതായിരിക്കും ചിലപ്പം എളുപ്പം. അത് നിങ്ങൾ നോക്കുക. ഇപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, അതായത് അത് നോക്കണം. ഇവരുടെ പൊസിഷൻസ് തമ്മിൽ തുല്യമാണോ എന്ന് നോക്കണം. നമ്മളിപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് 6 പൊസിഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കി. ഒന്നാമത്തെ പൊസിഷനും 6ാമത്തെ പൊസിഷനും 7ആണ്. രണ്ടാമത്തെ പൊസിഷനും 5ാമത്തെ പൊസിഷൻ ഇത് രണ്ടും 7ആണ്. സെയിം ആയതുകൊണ്ട് അവരുടെ ടേംസും ഒന്നാമത്തെ ടേമും ഫസ്റ്റ് ടേമും 6th ടേമും തുല്യമായിരിക്കും. ആരോട്? സെക്കൻഡ് ടേമിനോടും 5th ടേമിനോടും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടലിനെ നമുക്കിവിടെ എത്ര പെയറാക്കിയത്? 3 പെയറായത് ആയിരുന്നു. സെക്കൻഡും 5th, 3rd, 4th കൊണ്ട് 3 പെയറായിരുന്നു. അങ്ങനെയാണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എവിടെ എങ്ങനെ കിട്ടിയേ? 35 അത്ര കിട്ടിയ 35 കിട്ടി അല്ലേ? എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടേം അറിയാമായിരുന്നു 5. അങ്ങനെയാണ് നമ്മൾ 6th ടേം കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡിഫറൻസ് ഇൻ പൊസിഷൻ ഡിഫറൻസ് ഇൻ ഇതും ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത്. ഓക്കെ, ഞാൻ രണ്ടും പറയേണ്ടത് കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പം മറ്റേതായിരിക്കും. അതായത് നമ്മൾ എക്സസൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മറ്റേത് തന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോകാം അല്ലേ മക്കളെ? എളുപ്പമുള്ളതായിട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പം. ഓക്കെ, ശരി. എന്നാൽ 2 രീതി ചെയ്താൽ മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. രണ്ടും നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ കൂടുതൽ അംഗീകരിക്കുക. ഓക്കെ ഓക്കെ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.